തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാൽ വിരചിതമായ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവത്തിലെ ഒരു ഭാഗമാണ് നമ്മളിവിടെ ചൊല്ലാൻ പോകുന്നത്. കഥകളതി മോഹനം എന്നാണ് ഈ കവിതാഭാഗത്തിന് നൽകിയിരിക്കുന്ന പേര്. പഞ്ചവർണ്ണക്കിളി പെൺകിടാവേ, തെളിഞ്ഞെഞ്ചെവി രണ്ടും കുളിർക്കപ്പറക നീ, നെഞ്ചം തെളിഞ്ഞു കുറുക്കി കൊഴുത്ത പാൽ പഞ്ചതാരപ്പൊടി കൂട്ടിക്കുഴമ്പാക്കി, നല്ല കദളി പഴങ്ങൾ തിരഞ്ഞു ഞാൻ മെല്ലെ തിരുമിയുടച്ചു തേനും വീഴ്ത്തി, വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളിത്തളികയിൽ മേളിച്ചു വെവ്വേറെ, വെച്ചിരിക്കുന്നതെടുത്തു ഭുജിച്ചാലും ഇച്ഛയാകുന്നത് ദാഹമുണ്ടെങ്കിലോ, നീലക്കരിമ്പിൻ്റെ ചാറും ഇളനീരും പാലും മധുവും കുടിച്ചാലും ആവോളം. ഭീഷ്മസമാനൻ അരിനിവാഹത്തിന് ഭീഷ്മർ ശരശയനത്തിന്മേൽ വീണാറേ, തോറ്റ സുയോധനൻ ആദികളാകിയ 100 പേരെന്തൊന്നു ചെയ്തതു ചൊല്ലു നീ, ചൊല്ലുവാനാവതില്ലെങ്കിലും ഒട്ടൊട്ടു ചൊല്ലുന്നതുണ്ടു കനക്കെ ചുരുക്കി ഞാൻ. വൻപനാം കർണനോടാശു സുയോധനൻ അൻപോടു സേനാപതിയാക നീ എന്നാൻ, കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ, കർണസുഖം ഞാൻ പറകയില്ലാരോടും. ദ്രോണരാമാചാര്യൻ താനിരിക്കെ എന്ത് മാനിച്ചു മറ്റുള്ളോർ നിർത്തുന്നിതു പടാ, മന്നവാ കേൾക്ക ഭരദ്വാജനന്ദനൻ ഇന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ. പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതും ഉണ്ട് മന്നവാ, സങ്കടം ഉണ്ടാകയില്ലേതും. മാനിയായുള്ള സുയോധനൻ ദ്രോണരെ സേനാപതിയായി അഭിഷേകവും ചെയ്താൻ, മാനിയായുള്ള സുയോധനൻ ദ്രോണരെ സേനാപതിയായി അഭിഷേകവും ചെയ്താൻ.